നാട്ടിൽ വേറെ പണിയൊന്നും ഇല്ല. നിങ്ങളെ കല്യാണത്തിന് എടുക്കാൻ പറ്റില്ല എങ്ങനെയൊക്കെ? എല്ലാവരും ഇവിടെ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ശരിയാവോ? വാതിൽ തുറക്കാൻ ആൾ വേണ്ടേ? ഉറപ്പിക്കലെന്ന് ഫിക്സ് അല്ല, ഫിക്സ് അല്ല. 1ാം ക്ലാസ്സിൽ ഹിന്ദിയാ. ഒരു ന്യൂ ജനറേഷനും ഒരു മിഡിൽ ജനറേഷനും ചേർന്നിട്ട് എന്താണ് പരിപാടി എന്ന് മനസ്സിലാവാതെ നോക്കി നിൽക്കുകയാണ്. ഞാനിപ്പോ അക്ഷയുടെ വീട്ടിലാണ് ഉള്ളത്. അക്ഷയുടെ വീട്ടിൽ ഇന്നലെ പുലർച്ചക്ക് ഡ്രൈവ് ചെയ്ത് വന്നതാണ് ഞാൻ വരുമ്പോഴേക്കുണ്ട് ഇവിടെ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ഉറങ്ങി എന്നിട്ട് നോക്കുമ്പോഴേക്കുണ്ട് ഇഷ്ടംപോലെ കസേരകൾ നിർത്തിയിരിക്കുന്നു, ആളുകൾ ഇങ്ങനെ വരുന്നു, നിറയെ ജനക്കൂട്ടം. ഈ വീടും പറമ്പും വാങ്ങാൻ വരുന്ന ആൾക്കാരെ പോലെയാണ് വരുന്നത്. ഇത് കാറ്റ് പോകാൻ വേണ്ടിട്ട് വെച്ച ഗ്യാപ്പാവല്ലേ? ഇന്നത്തെ എന്താ പറയാ? അടുത്ത ആഴ്ച എന്താ? ഈ നിശ്ചയം ഉറപ്പിക്കലെന്ന് പറഞ്ഞ ഒന്നല്ലേ? അപ്പൂസിന്റെ ഭാവി വധുവിന്റെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ എത്താൻ പോകുമ്പോഴാണ് ആ നഗ്ന സത്യം ഇവര് മനസ്സിലാക്കിയത്. ഇവിടെയുള്ള ഫാന് കറങ്ങുന്നില്ല. അപ്പൊ തന്നെ അപ്പൂസിന്റെ ഫ്രണ്ട്സ് വരുന്നു, ഫാനൊക്കെ സെറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഫാൻ ഉണ്ടായിട്ടേ ഇല്ല എന്നുള്ള രീതിയിലാക്കിയാൽ മതി, റിസ്ക് ഇല്ല. ലാസ്റ്റ് ഞാൻ കണ്ടതിനേക്കാളും സുന്ദരിയായിട്ട് നിങ്ങള് സൗന്ദര്യം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ആ നല്ലതാ. ഒന്നാം ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ഇതൊക്കെ പഠിക്കുന്നുണ്ടാ? 1ാം ക്ലാസ്സിൽ ഹിന്ദിയാ? പോണാണെന്ന് വെറുതെ പറയുന്നു. എന്നാ ഹിന്ദിയിൽ ഒന്നും പറഞ്ഞേ? ബില്ലി എന്ന് പറഞ്ഞാൽ എന്താ? കലം എന്ന് പറഞ്ഞാൽ എന്താ? കലം കലം എന്ന് പറഞ്ഞാൽ എന്താ? മറ്റേ ചോറൊക്കെ വെക്കുന്ന സാധനല്ലേ, അതല്ലേ കല? ആ അടിപൊളി, നന്നായിട്ട് ഹിന്ദി പഠിക്കുന്ന കുട്ടിയാ. നാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നാക്ക് അല്ല, മൂക്ക്. ഹിന്ദിയില് മൂക്കാണ് നാക്ക്. ഇവളൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, വെറുതെ എന്തെല്ലോ പറയാണ്. ഇന്ന് നടക്കാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം കുറെ ആളുകളെ വിളിക്കാൻ പോയില്ലേ? വിളിക്കാൻ വരെ ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അതിന് നമ്മൾ ഉറപ്പിക്കുമെന്ന് പറയും. അതായത് ഇതങ്ങ് ഫിക്സ് ചെയ്യും, ഫൈനലൈസ് ചെയ്യും. എന്നിട്ട് അവർ അടുത്ത ആഴ്ച അല്ല 3 ദിവസം കഴിഞ്ഞിട്ട് നിശ്ചയം. അതായത് ഡേറ്റ് ഉറപ്പിക്കലും നിശ്ചയം ഒന്നല്ലേ? അല്ല, ഉറപ്പിക്കലെന്ന് ഫിക്സ്. നിശ്ചയം അല്ല, ഫിക്സ് അല്ല. നിശ്ചയം പറഞ്ഞാൽ എപ്പോഴാണ് നമ്മൾ ഇനി ഇതുവരെ ഒന്ന് പെർമനന്റ് ആയിട്ട് കൂട്ടിക്കെട്ടേണ്ടത്? ഇല്ല, അത് പറ്റില്ല. അത് നാട്ടു നടപ്പാകുമ്പോ ആ ശരിയിലെ പറ്റില്ല. മുമ്പത്തേന്റെ മുമ്പേ അതൊരു ആണ് കാണൽ പെണ്ണ് കാണൽ നമ്മളൊരു വൈബ് പിടിച്ചു വന്നത്. അതായത് അപ്പൂസിന്റെ കല്യാണം ഒരു സീരീസ് മെഗാ സീരിയലായിട്ട് കല്യാണമാക്കാനുള്ള പരിപാടി. അതെ. ഞാൻ മുണ്ടെടുത്ത് കഴിഞ്ഞാൽ നിന്നെക്കാളും ലുക്ക് ചെയ്യാനാ കേട്ടോ. ലാസ്റ്റ് ഘട്ടത്തിൽ അവരത് സാധിച്ചിരിക്കുന്നു. വീട്ടില് ഈ ഒരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ഷോക്കേസ് ഒക്കെ കഴിഞ്ഞ ദിവസം സെറ്റ് ആക്കിയതാണ്. അതില് അപ്പൂസ് നിലപാട് വ്യക്തമാക്കാനാ വന്നു. ഒരു കുപ്പി മാത്രം അവിടെ വെച്ചിട്ടുണ്ട്, ബാക്കി ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. എന്നാ പിന്നെ നീ കൊണ്ടുവന്ന എത്ര ടൈപ്പ് കുപ്പികളുണ്ട് അതെല്ലാം കൊണ്ടുവച്ചു. നിനക്ക് ഒഴിഞ്ഞ കുപ്പിയേ ഉള്ളൂ എന്നുള്ള മുന്നറിയിപ്പാണ്. എന്താ എപ്പോ നിങ്ങള് ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണെങ്കിൽ നുണ പറയാൻ പാടില്ല കേട്ടോ. ഇലയാ കൊടുക്കുന്നത്, ഇതെന്നാ പശുവല്ല. അത് കഴിക്കുന്ന ഇത്. ചോദിക്കാനും പറയാനും ഒരുപാട് പേരുണ്ട്, മനസ്സിലായില്ലേ? ഇവിടെ അക്ഷയ കട്ട മെയിൻ. ഫുൾ കല്യാണത്തിന്റെ പ്ലാനിങ്, നടത്തിപ്പ് അവകാശം, ഉടമസ്ഥാവകാശം ഒക്കെ അവർക്കാണ്. അപ്പൊ ഞാനിങ്ങനെ മാറി നിന്നിട്ട് ഇതെല്ലാം നോക്കി നിൽക്കുക. ഇതെല്ലാം കണ്ടിട്ട് എന്റെ അമ്മ അവിടെ നിന്ന് നോക്കിയിട്ട് നീ എന്തിനാ ഇവിടെ വന്നതെന്നുള്ള രീതിയിൽ നോക്കുക. ചേച്ചി എന്റെ ഭാര്യ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു, വെറുതെ ഫോൺ നോക്കിയിരിക്കലെന്ന് പണിയെടുക്കുന്നു. ഞാനെന്താ ചെയ്തിട്ട്? ഞാൻ എന്റെ നാട്ടിലെ കല്യാണത്തിലൊക്കെ ഞാനും സനി സന്തോഷം കൂടിയിട്ട് ബാക്കിൽ ഏതൊക്കെ മൂലക്ക് ഇരുന്നിട്ട് മറ്റു പല പരിപാടികൾ നടത്തുന്നതായിരിക്കും. എന്റെ ചുറ്റിലും ആളില്ലാത്തതിനെ കൊണ്ടല്ലേ ഞാൻ അവിടെ ഇരുന്നിടത്ത് തന്നെ എണീപ്പിച്ചു കൊടുത്ത് ഇവിടെ നോക്കുമ്പോൾ ഇവിടുന്ന് വർത്താനം പറയുന്നത്.
എന്റെ കർമ്മ മേഖലയിലേക്ക് ഇറങ്ങാണ്. ഞാൻ ഇരിക്കാൻ പോകണം. യാ മോനെ നീ സെറ്റപ്പ്. നിങ്ങൾ സെറ്റപ്പിന് കുറവൊന്നുമില്ല. നിങ്ങൾ കാണിച്ചു തരാം. മുടി കൂടി പോകുന്ന വഴിക്ക് സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടൂല. ഈ ഷർട്ട് എങ്ങനെയുണ്ട്? പൊളി. പൂമ്പാറ്റ ബട്ടർഫ്ലൈസ് പറന്ന് നടക്കുന്നത് SQ കൊച്ചിയുടെ കളക്ഷൻസിലുള്ള പുതിയ ഐറ്റംസ് ആണ് കേട്ടോ. അതായത് ഞാൻ ഇപ്പോൾ കൊച്ചിയിൽ പോയ സമയത്ത് പനമ്പള്ളി നഗറിലുള്ള SQ കൊച്ചിയുടെ ഔട്ട്ലെറ്റിൽ പോയിട്ട് എടുത്തതാണ്. അല്ലെങ്കിൽ അവരെ ജസ്റ്റ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വേണ്ട സാധനം അഡ്രസ്സ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ വീട്ടിലേക്ക് അയച്ചു തരും കേട്ടോ. ഞങ്ങൾ ഇവിടെ തലശ്ശേരി എത്തിയപ്പോഴേക്കും ഇവിടെ ഒരു റൂമിൽ വൻ ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ സെറ്റാക്കി വെച്ചേക്കുന്നു. ഫിദമോൾ ഉറക്കൊഴിഞ്ഞിട്ടുണ്ടാക്കിയതാണോ? ഇതിപ്പോ നിങ്ങൾ തോന്നും ഇവരിൽ ആരെയോ ബർത്ത്ഡേ ആണ്, രണ്ടുപേരുടെ അല്ല കേട്ടോ. ഇതൊക്കെ നീ സെറ്റ് ചെയ്താ ഈ ബലൂൺമാരൊക്കെ? യു ബ്രില്യന്റ് ഗേൾ. നാട്ടിൽ വേറെ പണിയൊന്നും ഇല്ല. ഒളിഞ്ഞോട്ടക്കാരി ഇങ്ങോട്ട് വാ, ഇവിടെ ഒളിഞ്ഞിക്കാം. ഇതെന്താ ഇവിടെ ഒളിഞ്ഞു നിക്കണം? ഞങ്ങൾ ഒളിവിലാ. എന്റെ കുപ്പായം കാണിച്ച നല്ല സ്റ്റൈലില്ലേ? പിന്നെ നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഒളിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ശരിയാവോ? വാതിൽ തുറക്കാൻ ആൾ വേണ്ടേ? വേഗം പോയി തുറക്കാം. ആ നല്ല ഇപ്പൊ പനി കണക്ട് ആയി കേട്ടോ. ഒരാൾക്ക് പനി തന്നിരിക്കുന്നു, അടുത്താൾക്ക് ഞാൻ ഒന്നുകൂടി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഒരു വ്യത്യസ്തമായ പിക്ചർ ആയിരുന്നു കേട്ടോ. അതെങ്ങനെയാണ് തിരിച്ചറിയില്ല. ആരെ തിരിച്ചറിയുന്നില്ല. ശ്രീകണ്ഠാപുരത്ത് നിന്നൊരു ഗിഫ്റ്റ്. ശ്രീകണ്ഠാപുരത്ത് വാങ്ങിയതാണ്. അവളുടെ ഒരു വിനയം കണ്ടില്ല. തനത്താക്ക് ഇഷ്ടാവുന്ന എനിക്ക് പ്രതീക്ഷ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല അതേ ഡയലോഗ് ഞാനും പറയും. ആണോ? എന്നിട്ട് ഞാൻ അങ്ങോട്ട് തരും. ഞാൻ കാണുമ്പോഴൊക്കെ തനക്ക് എപ്പോഴും അല്ല അത് ഞാൻ സെലക്ട് ചെയ്തതാ. എന്നോട് 3 എടുത്തിട്ട് കാണിച്ചിട്ട് ഏത് ചൂസ് ചെയ്യണം. അപ്പൊ ഇതാണ് കെട്ടിക്കൊടുത്തോ? കെട്ടിയ കയ്യിലങ്ങോട്ട് കേറുമോ എനിക്കറിയില്ല. ഇത് ലൂസ് ആവുമോ അറിയില്ല. ഞാൻ കാണുമ്പോ തനത്തെ ഉണ്ടാവും. തനത്തിന്റെ ആ വളകളൊക്കെ അഴിച്ചു വെച്ചിട്ട് ഡെസ്കിലിതാക്കും. അപ്പൊ ഇപ്പോഴും ഇത് വരില്ലല്ലോ ഇപ്പിട്ട് കഴിഞ്ഞാല്. ശരിയാ സ്റ്റൈലല്ലേ? ഭയങ്കര ഇഷ്ടം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ദൂരെ ദൂരെ വാനിൽ പാറും വാനം പാടി. വാവ്. എന്റെ കൈക്ക് നല്ല നീളമുള്ളതിനെ കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഈ കാഴ്ച കണ്ടു. അശീലിക്കാടെ വീട്ടില് ലിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. വയസ്സായി മുട്ടിനൊക്കെ വേദന തുടങ്ങി. ഇനിയിപ്പോ അതെല്ലാം ആവശ്യം ഉണ്ടാകുന്ന വെച്ചതാ. നിങ്ങളെ ലിഫ്റ്റ് ഞാൻ ഉദ്ഘാടനം ചെയ്യാം കേട്ടോ. ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു പണി വേണ്ട എനിക്ക്. ഞാൻ ഇങ്ങനെ ലിഫ്റ്റ് ഉദ്ഘാടനം. നിങ്ങളെ കല്യാണത്തിന് എടുക്കാൻ പറ്റില്ല എങ്ങനെയൊക്കെ ആൾക്കാർക്ക് വേണ്ടിട്ട് ഞാനൊരു ടെലികാസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു.
ഞങ്ങള് വരുമ്പോഴേ കൃത്യമായിട്ട് നീ എത്തുന്നുള്ളല്ലോ, അതെന്താ നീ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാ? കണ്ടോ സായിജ് ഞങ്ങളൊരു വഴിക്ക് പോയപ്പോഴേക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഗോപാലനായിട്ട് 3 പശുക്കളെ ഇങ്ങനെ ഓടി നടന്ന് മേയ്ക്കുന്നു. ഇതാണ് ഞങ്ങളുടെ നാടിന്റെ ഗ്രാമഭംഗി. ഓക്കെ, മലകളുടെ താഴെ വയല്, വയലിന്റെ കരയിൽ ഞങ്ങളുടെ വീട്. വാ 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 വാ. ഹംബേ ഹംബേ. ഞാൻ പറഞ്ഞതൊക്കെ ഈ കൊട നനക്കണ്ട, ആ കൊട ഇപ്പൊ ഇവന്റെ അല്ലേ, അതില് 3 ആളും കൂടി പോയാ മതി. അല്ല, എന്നാലും ഇത് നനച്ചിട്ട് കൊണ്ടുപോണ്ടേ. എന്റെ ശേഷം കളഞ്ഞു പുതിയ കൊട നനക്കുന്ന നനക്കാണ്ട് വെച്ച കൊട അതവിടെ നനച്ചു. ശരിക്കും കൊട ആവശ്യമില്ലാണ്ട് നനക്കാൻ പാടില്ല, പിന്നെ അത് ഇങ്ങനെ എടുത്ത് വെക്കണം. കൊട സൂക്ഷിച്ച് വെക്കണം. മഴ കഴിഞ്ഞിട്ട് പോയപ്പോരെ എന്തിനാ കൊട നനക്കുന്നത്? ഒരു ദുരൂഹ സാഹചര്യത്തിൽ അത്യാവശ്യ ഘട്ടത്തിൽ നനച്ചാ പോരെ. എന്നാ സായത് കപ്പക്കൊക്കെ നരയങ്കുമ്പളത്തിലുണ്ടായ മോൻ. ഇതെന്താ നിനക്കറിയോ? നരയങ്കുമ്പളല്ലേ ശരിക്കും? എനിക്കല്ലല്ലോ. നരയില്ലാത്ത കുമ്പളല്ലേ? അല്ല, നിർമ്മിതമായിട്ടുള്ള സാധനം പോലെ ഉണ്ട്. നോർമലി കണ്ടിട്ട് ചൗച്ചവാ. അവളെന്തല്ലോ പേര് പറയുന്ന ചൗച്ചവാ. പാഷൻ ഫ്രൂട്ടിന്റെ ഇടയിൽ തൂങ്ങുന്നുണ്ടായിരുന്നത് ഇതാ. അപ്പൊ എന്തോ അവിഹിതമാണ് പാഷൻ ഫ്രൂട്ടുമായിട്ടുള്ള. ആകാശവെള്ളരി എന്ന സാധനമാണിത്. ഇതിന് 100 വർഷത്തോളം ആയുസുണ്ട് ഈ സാധനത്തിന്. ഈ ഒരു സാധനത്തിനാ? അല്ല, ഇതിന്റെ ഈ ചെടിക്ക് വള്ളി ഇതിന് അടുത്ത ജനറേഷനിലേക്ക് ഉണ്ടായതാണ്. ഇതെന്തുണ്ടാക്കാം, ഏത് കറി വറവുണ്ടാക്കാൻ പറ്റും, സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും, വെറുതെ തിന്നാൻ പറ്റുമോ, അച്ചാറിടാൻ പറ്റും, വെറുതെ തിന്നാൻ പറ്റും, അതിനുള്ളിൽ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെ പേരുണ്ടോ നിനക്കറിയില്ല. പൊട്ടുവെള്ളത്തിൽ വിളിച്ചോ, നമ്മൾ എതിർക്കുന്നില്ല. വീട്ടിൽ പൊട്ടീനല്ലേ? ഞാൻ ഈ ഭാഗം വൃത്തികേടായി കഴിഞ്ഞാൽ വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുക്കും. ഞാൻ അതാ സന്തോഷം, തൃപ്തിയായല്ലോ, ഒരു സമാധാനമായല്ലോ. കപ്പക്ക അതിനെ ഇത് കപ്പക്ക നല്ല ടേസ്റ്റാണ്. ഇതിന് ഒരു ടേസ്റ്റും ഇല്ല. പോവാണ് എന്തോ ഇല്ല, എന്തോ ചോവല്ലേ. ഇതൊരു ദുരന്തം സാധനമാണ്. പക്ഷെ അച്ഛൻ പറഞ്ഞ് ഇതുകൊണ്ട് എന്തും ഉണ്ടാക്കാം. നോക്ക്, ആകാശവെള്ളരി നോക്ക്. ഹലോ സൂരജേട്ട, ഇറ്റ്സ് മീ സിയ. ഞാനിപ്പോൾ ഖത്തറിലാണ്, MES ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നു. ഞാനൊരു ശ്രീകണ്ഠാപുരത്തുകാരിയാണ്. ഈ വെക്കേഷനിൽ എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ സൂരജേട്ടൻ്റെ വീഡിയോസ് കാണുമ്പം അവിടുത്തെ ശ്രീകണ്ഠാപുരത്തെ ആൾക്കാരൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു. എസ്പെഷ്യലി ഇതിൻ്റെ ഇടയ്ക്ക് ഒരു മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ജംഗ്ഷൻ്റെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നോ, അതെനിക്ക് വല്ലാത്തൊരു ഹാർട്ട് ടച്ചിങ് വീഡിയോ ആയിരുന്നു. ബിക്കോസ് അത് ഞാൻ ഇതിൻ്റെ മുൻപ് പഠിച്ചിട്ടുള്ള സ്കൂളായിരുന്നു. ഞാൻ സൂരജേട്ടൻ്റെ വീഡിയോസൊക്കെ ഭയങ്കര എൻജോയ് ചെയ്ത് കാണാറുണ്ട്. whenever I watch them, I felt like I'm getting to know my hometown and the people there are more closer, and it gives me a warmth. I literally enjoyed every moment, and I'm looking forward to see more videos like this in the future, and I'm a huge fan of yours.